റൂള് 53-ൽ സബ് റൂൾ 2-ൽ എ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫണ്ടിനെ പറ്റിയാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫണ്ട് മിനിമം 2000 രൂപയും പരമാവധി 1,00,000 രൂപയും 1,00,000 രൂപ പുതുതായിട്ട് അമെൻഡ് ചെയ്തതാണ്. നേരത്തെ 60,000 രൂപയായിരുന്നു പരമാവധി എഡ്യൂക്കേഷൻ ഫണ്ട്. അത് ഇനി മുതൽ 1,00,000 രൂപയാക്കിയിട്ടുണ്ട്. അപ്പോൾ മിനിമം 2000, മാക്സിമം 1,00,000. ഈ എഡ്യൂക്കേഷൻ ഫണ്ട് പക്ഷേ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളും അടയ്ക്കണം. അതേതെല്ലാം സംഘങ്ങൾ എത്ര രൂപ വെച്ച് അടയ്ക്കേണ്ടതെന്ന് നോക്കാം. എഡ്യൂക്കേഷൻ ഫണ്ട് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന അപ്പെക്സ് ഫെഡറേഷൻ, അതുപോലെ സെൻട്രൽ സൊസൈറ്റികൾ, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, PACS, സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ ഈ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് തന്നെ സൂപ്പർ ഗ്രേഡ്, ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ് സംഘങ്ങൾ, അതുപോലെ PCRDP, ഇതൊക്കെ ആണെങ്കിൽ 5,000 രൂപയാണ്. അവർ നഷ്ടത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിലും 5,000 രൂപ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് അടയ്ക്കണം. എന്നാൽ PACS തന്നെ ക്ലാസ് 1 സംഘങ്ങളാണെങ്കിൽ 3,000 രൂപ മതി. ക്ലാസ് 2-ലും 3-ലും പെടുന്ന PACS ബാങ്കുകളൊക്കെ ആണെങ്കിൽ 2,000 രൂപയും, ക്ലാസ് 4-ൽ പെടുന്ന PACSന് 1,000 രൂപയുമാണ് അവർ നഷ്ടത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിലും എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് അടയ്ക്കേണ്ടത്. എന്നാൽ പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റികളും പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും സ്കൂൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഒഴികെയുള്ള സംഘങ്ങളാണെങ്കിൽ അവർ 2,000 രൂപ ആണ് അടയ്ക്കേണ്ടത്, നഷ്ടത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അടയ്ക്കേണ്ടത്. ഇതാണ് റൂൾ 53(2) സബ് റൂൾ 2-ൽ എ എന്ന് പറയുന്നത്. ഇനി 53(2)A എന്നുണ്ട്. അതായത് 53 സബ് റൂൾ 2A-ൽ പറയുന്നത് മാക്സിമം മെമ്പർലി ഫണ്ടാണ്. മെമ്പർലി ഫണ്ടിൽ പരമാവധി 1,00,000 രൂപയാണ്. അതുപോലെ 53 സബ് റൂൾ 3A-ൽ പറയുന്നത് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിനെ പറ്റിയാണ്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടും മാക്സിമം 1,00,000 രൂപയായിട്ടും അത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% വകയിലെത്തി പരമാവധി 1,00,000 രൂപ. അതായത്